ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. ഇപ്പോൾ ക്ഷീണമൊക്കെ മാറിയില്ലേ, നമുക്ക് അവരുടെ അടുത്തേക്ക് തിരിച്ചു പോകാം. നിധി, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിധിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതെനിക്ക് മുമ്പേ അറിയാമായിരുന്നു. പോവാൻ നോക്കാം. നമ്മൾ പോവാ. സുധീഷ് വരുന്നില്ലെങ്കിൽ വേണ്ട, ഇവിടെ ഇരുന്നോ, ഞാൻ പോവാ. നിധി, ഞാനും വരുന്നുണ്ട്. അച്ഛനെ പോലീസ് പിടിച്ചോണ്ട് വരികയാണ്. സുഭാഷേ, എടാ, എന്നെ പോലീസ് പിടിച്ചോണ്ട് പോവുകയാണ്. അയ്യോ, അച്ഛനല്ലേ, എന്ത് പറ്റി? വാടാ. സാറേ, എന്താ കാര്യം? ഇത് നിങ്ങളുടെ ആരാണ്? അച്ഛനാണ്. എന്താ സാറേ കാര്യം? വെള്ളമടിക്കാൻ ബീച്ചിലാണോ വരുന്നത്? പബ്ലിക് പ്ലേസിൽ വെള്ളമടിക്കുന്നത് കുറ്റകരമാണെന്ന് അറിഞ്ഞൂടെയോ? എൻ്റെ കൈവിട് സാറേ. ഇതാണ് ഭാവം. മകൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് കണ്ടിട്ട് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. സോറി സാറേ, വയസ്സാം കാലത്ത് മര്യാദയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞു. പൊതുസ്ഥലത്ത് വെള്ളമടിക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ പോലീസിനെ നിയമം പഠിപ്പിക്കാൻ വരുക. സാറേ, ഇതുവരെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പം പോയതേ ഉള്ളൂ. അപ്പോഴേക്കും പണി പറ്റിച്ചു ഇല്ലേ? സുഭാഷ് ഏട്ടാ, കൊണ്ടുപോട്ടെ, നീ അടങ്ങിയിരി. സാറേ, സോറി സാറേ. കാണിക്കുന്ന നിധിയും സുധീഷിനെയാണ്. നിധി, എനിക്ക് കുറേ നാളായിട്ട് ഒരു കാര്യം പറയണമെന്നുണ്ട്. എന്താ കാര്യം? പറ. അതെങ്ങനെ ഞാൻ പറയും? പറ. ദേ സുധീഷെ, നോക്ക്, എന്തോ പ്രശ്നമുണ്ട്. പോലീസൊക്കെ നിൽക്കുന്നല്ലോ. വാ. ഇങ്ങാര് കാരണം? പൊതുസ്ഥലത്ത് എങ്ങനെ പെരുമാറണമെന്ന് അറിയത്തില്ലയോ? ഒറ്റ തവണ ക്ഷമിക്ക്, ഇനി അങ്ങനെ ഉണ്ടാവില്ല. അത് താനാണോ പറയേണ്ടത്? എന്താ സുഭാഷ് ഏട്ടാ പ്രശ്നം? ഇതാരാണ്? ഇത് അനിയൻ്റെ വൈഫ്. ഇത് ഏറ്റവും ഇളയ അനിയൻ. കുടുംബമായിട്ട് വന്നതല്ലേ? നാണമില്ലേ നിങ്ങൾക്ക്? മക്കളും മരുമക്കളുമായിട്ട് വന്നപ്പോൾ ഇങ്ങനെ കാണിക്കാൻ? അച്ഛന് വേണ്ടി ഞാൻ മാപ്പ് വഹിക്കുന്നു. കാരണവർക്ക് ഇപ്പോൾ കുടുംബം കൂടുണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ തൂക്കിയെടുത്ത് അകത്തിട്ടേനെ. ഇനി ഒറ്റ തവണ ഇങ്ങനെ ആവർത്തിച്ചേക്കല്ല്. അച്ഛനോട് മര്യാദയ്ക്കിരിക്കാൻ പറ. ശരി സാർ, എന്നാ വാടോ. എന്താ സുഭാഷേട്ട പ്രശ്നം? പറയുന്നത് കേട്ടാൽ ഞാൻ പബ്ലിക് സൈറ്റിൽ നിന്ന് കൊലപാതകം ചെയ്തെന്ന് തോന്നുന്നു. പബ്ലിക് സൈറ്റിൽ വിൽക്കുന്നതിന് കുഴപ്പമില്ല അല്ലയോ? മര്യാദയ്ക്ക് ഒരിടത്ത് ഇരുന്ന് കുടിക്കുന്നതിനാണ് കുഴപ്പം. ഇവനും അവനും തമ്മിലുള്ള ഒത്തുകളിയാണ്. അവൻ്റെ കയ്യിൽ നിന്ന് കമ്മീഷനും എൻ്റെ കയ്യിൽ നിന്ന് പിഴയും കിട്ടും. പിഴ അടയ്ക്കണമെന്ന് പറഞ്ഞു. കാശില്ലെന്ന് പറഞ്ഞപ്പോൾ അവന്മാരുടെ ഒരു ഭീഷണി. ഇത്രയും നേരം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലയോ? എനിക്ക് മനസ്സിലായി. അവന്മാർക്ക് കൈക്കൂലി കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ്. ഞാൻ ആരെ തല്ലിയ ചീത്ത വിളിക്കുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഒരു സ്വസ്ഥമായിട്ട് പെഗ്ഗടിച്ച് കടലിൽ നോക്കി പാട്ടും പാടി ഇരിക്കണമെന്ന് കരുതി. സുഭാഷേട്ടൻ്റെ ഇന്ന് കുപ്പി മേടിച്ച് അടിക്കാൻ നോക്കുന്നു. ഇയാളെ ഞാൻ ഇതാ പറഞ്ഞ കൊണ്ടുവരല്ലെന്ന്. 1000 തവണ ഞാൻ പറഞ്ഞേ കൊണ്ടുവരണ്ടാന്ന്. കുടിക്കാൻ പറ്റത്തില്ലെന്ന് ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടോ? നിധി കുപ്പി മേടിച്ച് കളയുന്നു. ഒരു ക്വാർട്ടർ പോയി കിട്ടി, 200 രൂപ പോയി കിട്ടി. എന്ത് പണിയാണ് കാണിച്ചതെന്ന് അറിയാമോ? പബ്ലിക് സൈറ്റ് വെള്ളം അടിച്ചുള്ളെന്ന് അറിഞ്ഞൂടെ? അതിന് ബോർഡ് എഴുതി വെക്കണോ? ഇൻ്റർനാഷണൽ ട്രിപ്പിനെ കുറിച്ചൊക്കെ നല്ല അറിവാണല്ലോ, പിന്നെ ഈ കാര്യം അറിഞ്ഞൂടെയോ? അതല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിന് നിയമം ബാധകമല്ലല്ലോ. എല്ലാവരുടെയും ഒപ്പം വന്ന് സന്തോഷത്തോടെ പോകുന്നതിന് ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ നീ എന്നെ ബീച്ചിൽ കൊണ്ടുവന്നത്. നീ എന്നെ നിർബന്ധിച്ചു കൊണ്ടുവന്നതല്ലയോ? ഇഷ്ടമല്ലെങ്കിൽ അപ്പം തന്നെ പറയാമായിരുന്നു. വിളിച്ചുടനെ കൂടെ വന്നിട്ട് എല്ലാവരും ഇപ്പം നിർബന്ധിച്ച പോലെയാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടല്ല ബീച്ച് കാണുന്നത്. അത് സന്തോഷത്തോടുകൂടെ പോയിട്ട് വരാനുള്ളത്. ഇത് പോലീസ് കേസുമായി എന്തിനാ ഇങ്ങനെ മക്കളെ കഷ്ടപ്പെടുത്തുന്നത്? ചെയ്തത് തെറ്റായിട്ട് തോന്നുന്നില്ല. ഞാൻ എന്നെ വലിയ മഹാഭാവമൊന്നുമല്ല ചെയ്തത്. സുഭാഷ് ഏട്ടാ, സുധീഷ് ഏട്ടാ, ഏട്ടത്തി, നമുക്ക് പോവാം. ഇന്നിത് മതി, അല്ലേ തന്നെ മൂഡ് പോയിരിക്കുക. അതിനിടയിൽ അയാളുടെ ഒരു കാര്യം. നികേഷ്, നീ ഒന്ന് പോകുന്ന നോക്കൂ. സുധീഷേ, സുഭാഷേട്ടൻ അയാളുടെ കൂടെ തിരയെണ്ണിക്കൊണ്ടിരി. എടാ സുഭാഷേ, പിന്നെ കാണിക്കുന്നത് രാത്രിയാണ്. എല്ലാവരും കയറി വരുന്നു. ഇവിടെ 2 എണ്ണം അടിച്ചിട്ട് ഇവിടെ ഇരുന്നാൽ മതിയായിരുന്നു. ആ പെണ്ണിൻ്റെ വാക്ക് കേട്ട് ചാടിത്തുള്ളി ബീച്ചിലേക്ക് പോവുകയും ചെയ്തു. എല്ലാം ചെയ്തു വെച്ചിട്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലയോ? ഇനിയില്ല. ഇനി ആര് വിളിച്ചാലും ഭാസ്കരൻ ഇനി ബീച്ചിലേക്കില്ല. അപ്പോഴത്തേന് ഹരീഷ് വരുന്നു. എന്താ കാര്യം? എല്ലാത്തിനും കാരണം അയാളാണ്. ബീച്ചിലേക്ക് വന്ന് കള്ളും കുടിച്ചു, പോലീസും പിടിച്ചു. ഇന്ന് നല്ലൊരു ഈവനിങ് ആണ് സ്പോയിൽ ചെയ്തത്. ഇങ്ങാരെ ആരാ ബീച്ചിലേക്ക് കൊണ്ടുവന്നേ? നീ അറിഞ്ഞില്ലേ? ദാ ഈ മേഡമാണ്, കാരുണ്യായ മേഡം. ഒറ്റയ്ക്കാണെന്നുള്ളത് തോന്നുമെന്ന് കരുതി കൂട്ടിക്കൊണ്ട് വന്നെയാ, ബാക്കിയുള്ളവരുടെ സമാധാനം കളയാൻ. നീ എന്തിനാ നിധിയെ ചീത്ത വിളിക്കാൻ പോകുന്നത്? ശരിയാ, ഏട്ടത്തി എന്ത് തെറ്റാണ് ചെയ്തത്? ഇങ്ങാരെ തല്ലിപ്പൊളിയാന്ന് ഏട്ടത്തിക്ക് അറിഞ്ഞൂടല്ലോ. എടാ നിർത്തടാ. ഞാനൊന്നും മിണ്ടാതിരിക്കുമ്പോൾ ഓരോരുത്തരുമാർ വന്ന് എന്നെ ചീത്ത വിളിക്കുകയാണോ ചെയ്യുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? സർക്കാർ നികുതി കൂട്ടിയത് വാങ്ങിച്ചു കുടിച്ചതാണോ വലിയ തെറ്റ്? അച്ഛാ, കുടുംബമായിട്ട് പുറത്തു പോയതല്ലേ, കൂടെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് വിചാരിക്കണ്ടോ? എൻജോയ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ പോലീസ് പിടിച്ചോണ്ട് വരുന്നു, പിന്നെ അതിനെ ന്യായീകരിക്കാനും നിൽക്കുന്നു. എടാ മതിയെടാ, നിങ്ങളുടെ സന്തോഷത്തിന് എതിരായിരുന്നു. പക്ഷെ ഞാൻ ആരെ കള്ളും കുടിച്ച് ചീത്തയൊന്നും വിളിച്ചില്ല. ആ ബീച്ചിൽ പോയി കടലയും കഴിച്ച് ഇച്ചിരി വെള്ളം അടിച്ച് ആസ്വദിച്ചിരിക്കണമെന്ന് കരുതി. അത് ഇത്ര വലിയ തെറ്റാണോ? ഇങ്ങാരോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. നീ വലിയ തമ്പുരാനല്ലേ, മെക്കാനിക്കൽ തമ്പുരാൻ. ഒന്ന് പോടാ. ഇങ്ങാരെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് സുധീഷ് എടുത്ത് ഏതാണ്ട് എറിയാൻ തുടങ്ങുന്നത്. സുധീഷ്, ഇറങ്ങിയിരിയടാ, അടങ്ങിയിരി. നീ ഒന്ന് എറിയടാ ഒന്ന് മിണ്ടാതിരിക്കച്ചാ. തല്ല് വാങ്ങിക്കൂട്ടാതെ ഒന്ന് ഇറങ്ങി പോവാൻ പറ. നീ എന്താ പറഞ്ഞ്? നീ ആരാ ഇവിടുത്തെ? അച്ഛാ മതി, നികേഷിനെ വിളിച്ചോണ്ട് പോ ഹരീഷേ. ഇതിനൊക്കെ നിങ്ങൾ ഒരു ദിവസം പഠിക്കും. അത്ര നാണക്കേടാ ഉണ്ടാക്കിയെന്നെങ്കിൽ അച്ഛനാണെന്ന് പോലീസിനോട് പറയണ്ടായിരുന്നല്ലോ. എന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ പോരെയോ? എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. പോലീസിൻ്റെ കാലും കൈയും പിടിച്ചാണ് കൊണ്ടുവന്നത്. വലിയ ത്യാഗം പോലെയാണല്ലോ പറയുന്നത്. അവരെന്നെ കൊണ്ടുപോയാലും ഒന്നും ചെയ്യത്തില്ല. രാത്രി സ്റ്റേഷനിൽ ഇരുത്തിയേക്കും, പിറ്റേന്ന് രാവിലെ പറഞ്ഞു വിടും. പിന്നെ അവരുടെ വക പൊറോട്ട ഇറച്ചിയും, പിന്നെ അവരുടെ ഫാനും കൊണ്ടുള്ള കിടത്ത. പിറ്റേന്ന് രാവിലെ പറഞ്ഞു വിടും. അവിടെ അകത്തേക്ക് പോവാം. വാ മോളെ, ഇനി നിൻ്റെ കൂടെയാണ്. നിനക്ക് പറയാനുള്ളത് പെട്ടെന്ന് പറഞ്ഞിട്ട് പോ. നിങ്ങളെ ബീച്ചിൽ കൊണ്ടുപോയത് എൻ്റെ തെറ്റാണ്. പാവം വീട്ടിൽ തനിച്ചല്ലേ എന്ന് കരുതിയത് എൻ്റെ തെറ്റാണ്. എന്നെ കണ്ടിട്ട് പാവമായിട്ട് തോന്നുമോ? എനിക്ക് ബീച്ച് അറിഞ്ഞൂടാ. ഞാൻ ബീച്ചിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല.
കുടുംബത്തിനോടൊപ്പം പോയി പരസ്പരം സ്നേഹിക്കുന്ന കുടുംബമാക്കി മാറ്റണമെന്ന് വിചാരിച്ചു. പക്ഷേ നിങ്ങളതിന് സമ്മതിക്കില്ല. അതാണോ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ദേഷ്യപ്പെടുന്നത്? ഒരു കാര്യമില്ലാതെ കുടുംബം നന്നാക്കുന്ന ജോലിയാണോ നിനക്കുള്ളത്? നീ തക്കലേന്ന് ഇവിടെ വരെ വന്നത് ഇതിനാണോ? നീ സ്വന്തം ജീവിതം ഒരു വഴിക്കാക്കാൻ നോക്ക്. മേലിൽ ഇനി നിങ്ങളെ ഞാൻ ഒരു സ്ഥലത്തും കൊണ്ടുപോകത്തില്ല. നീ ഇനി വിളിച്ചാലും ഞാൻ വരില്ല. നിധി അകത്തേക്ക് പോകുന്നു. സമയം എത്രയായി? കട ഇനി അടച്ചു കാണുമോ? അച്ഛൻ പിന്നെ കാണിക്കുന്ന പിറ്റേന്ന് രാവിലെയാണ്. നികേഷ് അവിടെ നിന്ന് പഠിക്കുന്നു. സുധീഷ് അവിടെ നിന്ന് വണ്ടി ഓടിക്കുന്നു, സ്കൂട്ടി. എന്ത് പറ്റി? ലൈസൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ കിടന്ന് കറങ്ങാൻ നോക്കുന്നത്. നീ പഠിക്കാൻ നോക്കടാ, ഇറക്കാം. അപ്പോഴത്തേനും നിധി ഇറങ്ങി വരുന്നു. നികേഷ്, നീ കാര്യമായിട്ട് പഠിക്കുവാന്നല്ലോ. ജയിക്കണമെങ്കിൽ പഠിച്ചല്ലേ പറ്റത്തുള്ളൂ ഏട്ടത്തി. അങ്ങനെ വിചാരിക്കില്ല. ഫസ്റ്റ് ക്ലാസ് കിട്ടണമെന്ന് കരുതി പഠിക്കണം. അപ്പോഴേ ജയിക്കാൻ പറ്റൂ. നീ ഫസ്റ്റ് ക്ലാസ് മേടിച്ച എൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. എന്നാൽ ഞാൻ ഉറപ്പായിട്ടും മേടിക്കും. സുധീഷ് വണ്ടി ഓടിക്കുന്നതുകൊണ്ട് ചോദിക്കുന്നത്, ഇത് എന്ത് വട്ടാ കാണിക്കുന്നത് ഏട്ടത്തി? ഇത് കുറേ നേരമായിട്ട് തുടങ്ങിയതാ. ഇത് ഹലോ എന്ന് വെക്കുമ്പോൾ സുധീഷ് ഫോൺ എടുത്ത് ഹലോ എന്ന് വെക്കുന്നത്. എന്തൊരു ചളി! ഈ വർഷത്തെ ഫസ്റ്റ് ചളിയാണ്. ഇനി 10 വർഷത്തിന് ചളി വേണ്ട. സുധീഷ് ഏട്ടന് ചളിയുടെ അവാർഡും കിട്ടും. താൻ എന്തിനാ ഇങ്ങനെ വട്ടം കറന്നേ? വെറുതെ ഇരുന്ന് എനിക്ക് ബോറടിച്ചു. റോഡിലോട്ട് ഇറങ്ങാമെന്ന് വെച്ചാൽ ലൈസൻസ് പോലും ഇല്ല. വെറുതെ ഇരുന്ന തമാശ പോലും ഇപ്പം ചെളിയായി മാറുക. നീ എന്താ നികേഷ് പഠിക്കുന്നത്? ഞാൻ അക്കൗണ്ടൻസി. എന്നാൽ പഠിച്ചോ. സുധീഷ് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ചരിയുന്നു. അപ്പോഴത്തേനും നിധി നികേഷ് ചിരിക്കുന്നു. നിങ്ങൾ എന്തിനാ എങ്ങനെ ചിരിക്കുന്നത്? എല്ലാം ഓടിക്കാവുന്ന രീതിയല്ലേ? ഇപ്പം മനസ്സിലായില്ലേ അടി തെറ്റിയാൽ ആനയും വീഴുമെന്ന്? ഓടിക്കാൻ അറിയുന്നവനെ ഇങ്ങനെ ചരിയും വീഴുകയൊക്കെ ചെയ്യും. അല്ലാത്തവൻ എഴുതി ചിരിക്കും. ഞാൻ അസലായി പഠിക്കും. ഞാൻ ഇപ്പം കുറച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ ചുക്കാ പഠിച്ചിട്ടുള്ളൂ. ഒരു ടോയ് വണ്ടി മേടിച്ചു കൊടുത്ത് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരുന്ന് ആടും. ഇത് നിധിക്ക് പറ്റിയ പണിയല്ല. നിധിയെ കൊണ്ട് ഒരിക്കലും പറ്റത്തതുമില്ല. എഴുതി ഞാൻ ഒപ്പ് വെച്ച് തരുന്നു. ഞാനേ ലൈസൻസ് എടുത്തിട്ട് ഓടിക്കും. ലൈസൻസ് എടുത്ത് ഓടിക്കണമെങ്കിലേ വണ്ടി ഇങ്ങനെ തള്ളിയാൽ പോരാ, ഓടിക്കാൻ അറിയണം. ഏട്ടത്തി നന്നായി ഓടിക്കും. പിന്നെ ഏട്ടത്തി ഒന്ന് ഓടിച്ചൊന്ന് കാണിച്ചു കൊടുക്കുക ഏട്ടത്തി. നികേഷ്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ബെറ്റ് വെച്ചോ. നികേഷ്, ഞാൻ ഇത് ഓടിക്കാം. എന്ത് പറ്റി? ഓടിക്കാൻ പറ്റുന്നില്ലയോ? എന്ത് വേണം? എൻ്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണോ? എൻ്റെ കൂടെ ഇവിടെ ഇരിക്കാമോ? എന്നോടാണോ പറഞ്ഞത്? ഞാൻ വന്നാൽ മതിയോ ഏട്ടത്തി? നീ അവിടെ നിന്ന് പഠിക്കാൻ നോക്കും. ഞാൻ പോയിട്ട് വരാം. നിധി സുധീഷിനെ വെച്ച് സ്കൂട്ടി ഓടിക്കുന്നതാണ് കാണിക്കുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.